നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും, രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും, മൂന്നാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ നവീകരണത്തിൽ പോലീസിന് വീഴ്ച പറ്റിയതായി അന്വേഷണ റിപ്പോർട്ട്. 2021-22 വർഷത്തെ സ്റ്റേഷൻ നവീകരണത്തിലാണ് വീഴ്ച പറ്റിയതായി കണ്ടെത്തിയിരിക്കുന്നത്. ആ സമയത്ത് SHO ആയിരുന്ന MP സന്ദീപ് കുമാർ, SI SK പ്രിയൻ എന്നിവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതായി തൃശൂർ DIG ഹരിശങ്കർ IPS പരാതിക്കാരനായ തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖിനെ രേഖാമൂലം അറിയിച്ചു. അതേസമയം വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്ന് യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. സ്റ്റേഷൻ നവീകരണത്തിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ച് തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തിയ 4 വർഷത്തെ പോരാട്ടത്തിനൊടുവിലാണ് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചതായി DIG അറിയിച്ചത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി കേവലം ശാസനയിൽ ഒതുക്കാൻ കഴിയുന്നതല്ലെന്നും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അതോടൊപ്പം ഈ വീഴ്ചയ്ക്ക് ആധാരമായ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കണമെന്നും സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകുമെന്നും യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് UA റസാഖ് ആവശ്യപ്പെട്ടു. അക്കാലത്ത് SHO ആയിരുന്ന MP സന്ദീപ് കുമാർ, അതേപോലെ തന്നെ SI ആയിരുന്ന SK പ്രിയൻ എന്ന് പറയുന്ന 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതായും അതവരുടെ അടുത്ത് വീഴ്ച വന്നതായൊക്കെ അദ്ദേഹം അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ സമ്മർദ്ദമോ നിർബന്ധമോ കൂടാതെ ഈ പ്രദേശത്തെ ചില കടകളിൽ നിന്നും വിവിധ സാധന സാമഗ്രികൾ പോലീസ് നവീകരണത്തിലേക്ക് ലഭിച്ചു എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കത്തിൽ. എന്നാൽ ഇതിവിടെ വളരെ പ്രധാനപ്പെട്ട സംഗതി അപ്പോഴാണുള്ളത്. കഴിഞ്ഞ വർഷം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു സ്പോൺസർഷിപ്പും ലഭിച്ചിട്ടില്ല, സർക്കാരിൽ നിന്നും നൽകിയ 30 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നവീകരിച്ചത് എന്നുള്ളതാണ്. ഈ 30 ലക്ഷം രൂപ ഏതെല്ലാം വിഭാഗത്തിലാണ് ചെലവഴിച്ചത് എന്ന് കൃത്യമായി മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിൽ ഏകദേശം സർക്കാർ 30 ലക്ഷം രൂപ ചെലവഴിക്കുകയും ഈ നാട്ടുകാർ സൗജന്യമായിട്ട് വിവിധ തരം സാധനങ്ങൾ നൽകി നവീകരിക്കുകയും ചെയ്ത സംഗതിയിൽ ഈ 30 ലക്ഷം എന്തിനാണ് ചെലവഴിച്ചത് എന്ന് നോക്കുമ്പോൾ ഈ നാട്ടുകാർ നൽകിയ സാധനത്തിനൊക്കെ ബില്ല് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം. കാരണം റാമ്പ്, അതുപോലെ തന്നെ മുകളിലെ ഷീറ്റ്, ഇൻ്റർലോക്ക് അടക്കമുള്ള സംഗതികൾക്കാണ് ഈ പണം ചെലവഴിച്ചതായി ഇതിൽ കാണുന്നത്. അപ്പോൾ വിവരാവകാശ പ്രകാരം മറ്റു വിവരങ്ങൾ ശേഖരിച്ച് അത് പരിശോധിച്ച് നോക്കുമ്പോഴും ഈ വിഷയത്തിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം പൂർണ്ണമായും ശരിവെക്കുന്ന തരത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഇപ്പോൾ അവസാനം പോലീസും സമ്മതിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഇതിൽ തെളിവുകളുടെ അന്വേഷണത്തിൽ നിങ്ങൾ ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നതെങ്കിലും, എന്നാൽ ഉദ്യോഗസ്ഥർ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്, തൊണ്ടിമണൽ ഉപയോഗിച്ച് അതൊക്കെ ഞങ്ങൾ കൃത്യമായ ദൃക്സാക്ഷികളായതുകൊണ്ടാണ് അന്ന് രേഖാമൂലം പോലീസിന് പരാതി നൽകിയതും പോലീസ് നടപടിയെടുക്കാതെ വന്നപ്പോൾ താനൂർ DYSPക്ക് നൽകി, DYSP നടപടി സ്വീകരിക്കാതെ വന്നപ്പോൾ മലപ്പുറം SPക്ക് നൽകി. മലപ്പുറം SP സുജിദാസ് IPS ആയിരുന്നു ആ സമയത്ത് ഇവിടുത്തെ SP ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അന്വേഷിച്ചപ്പോഴും ഇത്തരത്തിൽ ഒരു സംഗതിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഞങ്ങൾ DGPക്ക് പരാതി നൽകിയത്. DGPക്ക് പരാതി നൽകി DGP ആ വിഷയത്തിൽ കൃത്യമായി SPക്ക് മുകളിലുള്ള റാങ്കിലുള്ള ആളെ കൊണ്ട് അന്വേഷിച്ചപ്പോഴാണ് ഇതിൽ കൃത്യമായ ഏറെക്കുറെ ഞങ്ങൾ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ശരിവെക്കുന്ന തരത്തിലുള്ള മറുപടി ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി വിജിലൻസിനെ സമീപിക്കാനും വിജിലൻസ് വേണ്ട വിധത്തിൽ നടപടികളിലേക്ക് കടന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനുമാണ് യൂത്ത് ലീഗിൻ്റെ തീരുമാനം. ഈ വിഷയത്തിൽ കൃത്യമായ നടപടി ഉണ്ടാവണം. കേവലം ശാസനയിൽ ഒതുക്കാവുന്ന കുറ്റകൃത്യമല്ല ഈ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ളത്. ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. ഏകദേശം 2-3 ലക്ഷത്തിൻ്റെ വർക്ക് നടത്തിയിട്ട് 30 ലക്ഷം രൂപ സർക്കാരിൽ നിന്നും പിഴുതെടുത്ത സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവസാനം വരെ ഇതുമായി മുന്നോട്ട് പോകാനാണ് യൂത്ത് ലീഗിൻ്റെ തീരുമാനം.
2021 പോലീസ് സ്റ്റേഷൻ നവീകരണത്തിന് പരിസരത്തെ കടകളിൽ നിന്നും സൗജന്യമായി സാധനങ്ങൾ സ്വീകരിക്കുകയും അത് ഉപയോഗിച്ച് നവീകരിക്കുകയും ചെയ്ത ശേഷം സർക്കാരിൽ നിന്നും അതിനെല്ലാം പണം സ്വീകരിച്ചുവെന്നതും അനധികൃത മണൽ കടത്തിന് പോലീസ് പിടികൂടിയ തൊണ്ടി വാഹനങ്ങളിലെ മണൽ നവീകരണത്തിന് അനധികൃതമായി ഉപയോഗിച്ചുവെന്നുമായിരുന്നു പരാതി. എന്നാൽ തൊണ്ടിമണലുകൾ ഉപയോഗിച്ചതിന് തെളിവില്ലെന്നും സ്റ്റേഷൻ പരിധിയിലെ കടകളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പൊതുനന്മ കരുതി കടയുടമകൾ സൗജന്യമായി നൽകിയത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നും DIG നൽകിയ കത്തിൽ പറയുന്നു. പോലീസ് സ്റ്റേഷന് മുന്നിൽ വാഹനങ്ങൾ നിർത്തുന്ന ഭാഗത്തെ റൂഫ് ഷീറ്റ്, ഭിന്നശേഷിക്കാർക്ക് സ്റ്റേഷനിലേക്ക് കയറുന്നതിനുള്ള റാമ്പിനുള്ള സാധനങ്ങൾ മാത്രമാണ് സ്വീകരിച്ചതെന്നും DIG നൽകിയ കത്തിലുണ്ട്. മലപ്പുറം സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അന്വേഷിച്ചാണ് DIGക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ തിരൂരങ്ങാടി CI MP സന്ദീപ് കുമാർ, SI പ്രിയൻ എന്നിവർക്ക് വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുകയും ഇവർ സമർപ്പിച്ച വിശദീകരണം പരിശോധിച്ചതിൽ നിന്നും ചില നടപടി ലംഘനങ്ങൾ കാണുകയും വീഴ്ച പറ്റിയതായും കണ്ടെത്തിയതായും DIGയുടെ കത്തിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരിൽ നിന്നുണ്ടായ വീഴ്ചയ്ക്ക് കേരള പോലീസ് ആക്ട് പ്രകാരം ഇവരെ ശാസന നൽകിയതായുള്ള വിവരം അറിയിച്ചാണ് പരാതിക്കാരനായ യൂത്ത് ലീഗ് നേതാവിന് DIG കത്തയച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.